നമുക്കിനി വെള്ളാർമല സ്കൂളിലെ ഹാഷ്മി താജ് ഇബ്രാഹിം ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ എസ് വിജയകുമാറുണ്ട്. ഹാഷ്മി ആൻഡ് വിജയകുമാർ, ഗുഡ് മോർണിംഗ്. അവിടെ നിന്ന് നമുക്ക് എന്താണ് പറയാനുള്ളത്? പുത്തുമലയിൽ വന്നപ്പോൾ ആദ്യത്തെ പുത്തുമല ദുരന്തത്തിൽ തന്നെ പുനഃദിവസം ഉണ്ടായില്ല. എസ് കെ, ഗുഡ് മോർണിംഗ്. നമ്മൾ വെള്ളാർമല സ്കൂളിന് സമീപത്ത് തൊട്ടടുത്ത് തന്നെയാണ് ഈ ദുരന്തം ഏറ്റവും അധികം ബാധിച്ച ഒരു മേഖല. എസ് കെ, ഈ ദൃശ്യങ്ങളിൽ കാണാം ആ സ്കൂള്, അവിടെ ആ സ്കൂൾ അങ്ങനെ നിൽക്കുകയാണ്, കോൺക്രീറ്റ് അസ്ഥിപഞ്ജനം പോലെ. പക്ഷേ നമ്മൾ അതിജീവനത്തെ പറ്റി സംസാരിക്കുമ്പോൾ വെള്ളാർമല സ്കൂളിലെ കുട്ടികൾക്ക് വിദ്യാലയത്തിലേക്ക് മടങ്ങിപ്പോകാൻ, എന്ന് വെച്ചാൽ മേപ്പാടിയിലെ സ്കൂളിലേക്ക് മടങ്ങിപ്പോകാനുള്ള അവസരം ഒരുങ്ങിയിട്ടുണ്ട്. നാളെയാണ് ആ പ്രവേശനോത്സവം എന്ന നിലയിൽ മേപ്പാടി സ്കൂളിലേക്ക് ഇവിടെ ഉണ്ടായിരുന്ന കുട്ടികളെ കൊണ്ടുപോകുന്നത്. അവരുടെ അധ്യയനം തുടങ്ങുകയാണ്. ഇവിടെ നമുക്കറിയാം, ഇവിടുത്തെ കുറെ കുട്ടികൾ ഈ ദുരന്തത്തിൽ പെട്ടിട്ടുണ്ട്. അവരിൽ കുറെ പേരെ കിട്ടി, കുറെ പേരെ കിട്ടിയിട്ടില്ല. അങ്ങനെ ഒത്തിരി സങ്കട കഥ ഈ പറയാനുണ്ട് ഈ സ്കൂളിന്. ഒരു കാര്യം കൂടി ഉള്ളത്, ഈ സ്കൂൾ ഇങ്ങനെ നിൽക്കുമ്പോൾ ഈ സ്കൂളിലേക്ക് വന്ന് ഈ കല്ലും മണ്ണും പാറയും എല്ലാം വന്ന് നിന്ന് യഥാർത്ഥത്തിൽ ഈ സ്കൂൾ ഈ നാടിനെ രക്ഷിച്ചിരിക്കുകയായിരുന്നു. കാരണം അത്രയും വലിയ മരങ്ങളൊക്കെ വന്ന് ഈ സ്കൂളിലേക്ക് തട്ടി നിന്നതുകൊണ്ട് ചൂരൽമലയിലെ കുറെ ഭാഗം ഈ ദുരന്തത്തിൽ പെടാതെ പോവുകയും ചെയ്തു. അപ്പോൾ നമ്മൾ ഈ നിൽക്കുന്നത് ഈ ഉരുൾപൊട്ടി ഒഴുകി വന്ന വഴിയാണ്. ഇവിടെ അത് കുറേയൊക്കെ സാധാരണഗതിയിലേക്ക് ഈ ഭാഗമൊക്കെ വരുന്നുണ്ട്. ആ ദിവസങ്ങളിൽ വന്നതിനേക്കാൾ കുറെ കൂടി ജനങ്ങളൊക്കെ ആത്മവിശ്വാസത്തോടെ ജീവിതത്തിലേക്ക് തിരികെ വരാനുള്ള അവരുടെ ശ്രമങ്ങൾ അത് നമ്മൾ ഈ മണിക്കൂറുകളിലൊക്കെ, ഈ ദിവസങ്ങളിലൊക്കെ കാണുന്നുണ്ട്. നേരത്തെ അവിടെ സൂചിപ്പിച്ചതുപോലെ പുത്തുമലയിൽ അവർ പറഞ്ഞതുപോലെ ജീവിതത്തിലേക്ക് തിരികെ വരാനുള്ള സഹായം, അവർക്ക് ആത്മവിശ്വാസം കൊടുക്കാനുള്ള പദ്ധതികൾ അതൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രതീകമായി ഈ സ്കൂള്, വെള്ളാർമല വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂള്, ആ തിരിച്ചുവരവിൻ്റെ പ്രതീകമായി നമ്മളുടെ മുന്നിൽ നിൽക്കുന്നുണ്ട്. ഹാഷ്മി കൂടി ചേരുന്നുണ്ട്. ഹാഷ്മി, ഈ ദുരന്തത്തെ നമ്മൾ കണ്ടു, അതിനെ നേരിട്ടു, പരമാവധി ആളുകൾക്ക് കൈത്താങ്ങ് നൽകി, ഒരു ആത്മവിശ്വാസത്തോടെ ആ നാടിന് തിരികെ വരാൻ പറ്റുന്നു എന്ന് നമ്മൾ ഈ കടന്നു വരുന്ന വഴികളിലൊക്കെ കണ്ടിട്ടുണ്ട്, അല്ലേ? ഉറപ്പായും എസ് കെ വിജയകുമാർ, ഇവിടെ നമ്മൾ ദുരന്ത ഭൂമിയിലേക്ക് എത്തുമ്പോൾ നമുക്ക് പ്രകടമായി എന്ന് പറഞ്ഞാൽ ഈ ദുരന്ത ഭൂമി മണ്ണും കല്ലും നിറഞ്ഞ് കിടക്കുകയാണെങ്കിൽ തന്നെയും ഇവിടെ വരുമ്പോൾ നമുക്ക് ഒരു മാസം മുമ്പ് നമ്മളിവിടെ വന്ന് നിന്നാണ്. അന്ന് ഈ കിളികളുടെ ശബ്ദം ഒന്നും നമ്മൾ കേട്ടിരുന്നില്ല. ആകെ പ്രകൃതി മൊത്തം മൂകമായി ദുരന്തമായി നിന്ന കാഴ്ചയാണെങ്കിൽ ഇന്നിപ്പോൾ ഇവിടെ വന്ന് നിൽക്കുമ്പോൾ സൂര്യന്റെ വെളിച്ചമുണ്ട്. അന്ന് പെരുമഴ മാത്രമാണ്. അതിനുശേഷം ഇവിടെ പല സ്ഥലങ്ങളിൽ പല രീതിയിലുള്ള കിളികളുടെ ശബ്ദം ചുറ്റും കേൾക്കുന്നുണ്ട്. ചുറ്റും മലകളൊക്കെയാണ് അത് കേൾക്കുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം ചെറുതല്ല. കാര്യം ഒരു മാസം മുമ്പ് ഇവിടെ വരുമ്പോഴേക്കും എപ്പോഴും ദുരന്തവും കണ്ണുനീരും മാത്രം കേട്ട മണ്ണിൽ ഒരു മാസം കഴിഞ്ഞ് പ്രകടമായ മാറ്റം ഈ മണ്ണിൽ തന്നെ പ്രകടമാണ്. മാത്രമല്ല, അത് ചൂരൽമല പുഴയാണ്. ആ ചൂരൽമല പുഴ ഒരൊറ്റ മാസം മുമ്പ് ഇത്രത്തോളം ദുരന്തവാഹിനിയായി ഒഴുകി എന്ന മട്ടൊന്നുമില്ലാതെ പഴയതുപോലെ ശാന്തയായി ഒരരുവി പോലെ അല്ലെങ്കിൽ കളകളാരവും മുഴക്കി ഒഴുകുന്ന പഴയ ഒരു പുഴ പോലെ ഇങ്ങനെ പതിയെ ഒഴുകുന്നു. ആ പുഴ അതിന്റെ ഗതി തിരിച്ചു പിടിച്ചിരിക്കുന്നു. നേരത്തെ നമ്മൾ ഈ നിൽക്കുന്ന സ്ഥലത്തൂടെയാണ് ഈ പുഴ ഒഴുകിയിരുന്നത്. അതിനുശേഷം ഒരുപക്ഷെ ഭഗീരഥ പ്രയത്നം ചെയ്താണ്, കല്ലൊക്കെ മാറ്റി മണ്ണൊക്കെ മാറ്റിയാണ് ആ പുഴ അതിന്റെ പഴയ വഴിയിലേക്ക് അങ്ങോട്ടേക്ക് ആനയിച്ചിരിക്കുന്നത്. അപ്പൊ എന്ത് പറഞ്ഞാലും അത് തന്നെയാണ്. അപ്പോൾ അതിജീവനം അതിപ്രധാനമാണ്. ഇതിലും വലിയ മഹാദുരന്തങ്ങൾ അതിജീവിച്ചവരാണ് മനുഷ്യർ. അപ്പൊ അതിജീവനത്തിന്റെ പാതയിൽ തന്നെയാണ് ഈ പറയുന്ന ദുരന്തഭൂമി അടക്കം. നേരത്തെ എസ് കെ പറഞ്ഞു തന്നെയാണ് പ്രധാനം. ഇവിടെ 3 വാർഡുകളിൽ മാത്രമാണ് ഈ പറയുന്ന ഒരു മഹാദുരന്തം ഉണ്ടായത്. വയനാട് എന്ന് പറയുന്നത് അങ്ങനെ ഇൻടാക്റ്റ് ആയി തന്നെ നിൽക്കുകയാണ്. 3 വാർഡുകൾക്കപ്പുറം വയനാടിന്റെ പ്രകൃതി മനോഹാരിത, അതിന്റെ വിനോദസഞ്ചാര പൊട്ടൻഷ്യലൊക്കെ അങ്ങനെ തന്നെ അതിശക്തമായി തന്നെ നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് ഒരുപക്ഷെ കേരളത്തിനകത്താണ് നമുക്കറിയാവുന്ന, നമ്മൾ പറയുമ്പോൾ വെള്ളാർമല, ചൂരൽമല, മുണ്ടക്കൈ, പുഞ്ചിരിമട്ട മേഖലകളെ കുറിച്ച് പറയുന്നത്. പക്ഷേ കേരളത്തിന് പുറത്തേക്ക് പോകുമ്പോൾ വയനാട് ഉണ്ടായ ഒരു ദുരന്തം എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരുപക്ഷെ പുറത്തൊരു പ്രതീതി ഉണ്ടെന്ന് തോന്നുന്നു എസ് കെ. അങ്ങനെ വയനാട് ഒരു ഉരുൾപൊട്ടലിന്റെ നാടാണ്. അങ്ങനെയൊന്നും അല്ല. ഈ പറയുന്ന മൂന്ന് സ്ഥലങ്ങൾ മാത്രം ഉരുൾപൊട്ടൽ ഉണ്ടായത്. വയനാടിന്റെ മറ്റു മേഖലകൾ, അവിടുത്തെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ, അവിടുത്തെ ഇനിയും എക്സ്പ്ലോർ ചെയ്യാൻ ഉള്ള ഒരുപാട് സ്ഥലങ്ങളൊക്കെ അവിടെ ഉണ്ട്. അങ്ങോട്ടേക്ക് കേരളത്തിന് പുറത്തുള്ള, രാജ്യത്തിന് പുറത്തുള്ള വിനോദസഞ്ചാരികളൊക്കെ ഇങ്ങോട്ടേക്ക് വരണം. കാര്യം പ്രധാനമായും ഇവിടെ കൃഷിയും ഈ ടൂറിസവുമാണ് അവരുടെ പ്രധാന ഉപജീവന മാർഗം. കൃഷി വലിയ സ്ട്രഗ്ലിംഗ് ഫേസിലാണ്. പിന്നീട് വയനാട് ഈ അടുത്ത കാലത്ത് ഡെവലപ്പ് ചെയ്ത് വലിയ രീതിയിൽ മുന്നോട്ട് പോയതാണ് ഈ ടൂറിസം മേഖല. ആ ടൂറിസം മേഖലയ്ക്ക് വലിയ ക്ഷതമുണ്ടായിരിക്കുന്നു ഈ ദുരന്തം കാരണം. ആ ക്ഷതം അത് പരിഹരിക്കേണ്ടതുണ്ട്. അപ്പോൾ എസ് കെ, നമ്മുടെ ലക്ഷ്യങ്ങളിലൊന്ന് അത് തന്നെയാണ്. ഇങ്ങോട്ടേക്ക് വരുമ്പോൾ വയനാട് ഇങ്ങോട്ട് ഒരു ഭയവുമില്ലാതെ ഈ ചുരം കയറി വരാൻ ഒരു പേടിയുമില്ല. ചുരം കയറി വരാം. ഇവിടെ കാര്യങ്ങൾ പഴയപടിയാകുന്നുണ്ട്. ഇവിടുത്തെ ടൂറിസം കേന്ദ്രങ്ങൾ നിങ്ങളെ മാടി വിളിക്കുന്നുണ്ട്. നിങ്ങൾ ഇങ്ങോട്ടേക്ക് വരാം. നമ്മളാണ് ഇവിടെ നിന്ന് ഈ മേപ്പാടി, ചൂരൽമല, മുണ്ടക്കൈ മേഖലയിലെ ഈ ദുരന്തബാധിതരെ ചേർത്ത് പിടിക്കാൻ.
അവരിപ്പോൾ അവരുടെ ഇപ്പോൾ എന്തായാലും ഈ താൽക്കാലിക പുനരധിവാസം ഏതാണ്ട് പൂർത്തിയായിരിക്കുന്നു. അവർ ക്യാമ്പിലുള്ളവരൊക്കെ വാടക വീടുകളിലേക്ക് പോയി കഴിഞ്ഞിരിക്കുന്നു. ഇനി പെർമനന്റ് പുനരധിവാസത്തെക്കുറിച്ചുള്ള ആലോചനകൾ, ചർച്ചകൾ കൂടുതൽ സജീവമായി നടക്കുന്നു. ടൗൺഷിപ്പ് പോലെയുള്ള ആലോചനകൾ സജീവമായി നടക്കുന്നു. എന്തായാലും ഒരു സന്തോഷം എന്ന് പറയുന്നത് നേരത്തെ തീരുമാനിച്ചിരുന്നതിനേക്കാൾ ഒരാഴ്ച മുൻപ് വേഗത്തിൽ തന്നെ ഈ വാടക വീടുകളിലേക്ക് ആളുകൾ മാറിയിരിക്കുന്നു. നമുക്കറിയാം നമ്മൾ കാണുന്നത് കേരളമല്ല, രാജ്യം കണ്ട ഏറ്റവും വലിയ ദുരന്തമാണ്. അതിന്റെ വേദനകൾ ഇപ്പോൾ അവിടെ പുത്തുമലയിൽ നിൽക്കുമ്പോൾ ആ കൂട്ടക്കബറിടങ്ങൾ നമുക്കൊപ്പം ചേർന്നത് ഹാഷ്മി താജ് ഇബ്രാഹിമുമാണ് വെള്ളാർമല സ്കൂൾ വെള്ളാർമല പരിസരത്ത് നിന്ന്.